ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മാർ ഇവാനിയോസ് ഡേയുമായി ബന്ധപ്പെട്ട് ദുബായ് MCMF നടത്തുന്ന മാർ ഇവാനിയോസ് ടോക്ക് സീരീസിൽ മാർ ഇവാനിയോസ് എക്യുമെനിസത്തിന്റെ പ്രവാചകൻ ഈ വിഷയത്തെ പറ്റിയുള്ള ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മലങ്കര കത്തോലിക്ക സഭയുടെ ആദ്യ തലവനായിരുന്ന ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസിനെ 20-ാം നൂറ്റാണ്ടിലെ സഭയുടെ ഏറ്റവും വലിയ എക്യുമെനിസ്റ്റായി വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിന്റെ എക്യുമെനിസത്തെക്കുറിച്ചുള്ള ദർശനം സമസ്ത മനുഷ്യരാശിയെയും പ്രകൃതിയെയും സ്നേഹബന്ധത്തിൽ ഉൾക്കൊള്ളുന്നതായിരുന്നു. അതിലൂടെ അവയ്ക്ക് സ്വഭാവസിദ്ധമായ കത്തോലിക്കത്വവും ഏകത്വവും വിശുദ്ധിയും കൂടുതൽ പ്രകടമായി അനുഭവിക്കുവാനും പ്രകടിപ്പിക്കുവാനും കഴിയും. പല കാരണങ്ങളാൽ വിഭജിക്കപ്പെട്ടും ആന്തരികമായി ചിന്നിച്ചിതറിയും നിൽക്കുന്ന സഭകൾക്ക് പരസ്പര ബഹുമാനത്തിലൂടെയും പുനരൈക്യത്തിലൂടെയും മാത്രമേ യഥാർത്ഥ കൂട്ടായ്മ വീണ്ടെടുക്കുവാൻ കഴിയൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. സഭ എന്നത് സഭകളുടെ കൂട്ടായ്മയാണെന്നുള്ള പരമ്പരാഗത കാഴ്ചപ്പാടിനെ അദ്ദേഹം വളരെയധികം വിലമതിച്ചു. തന്റെ സഭയുടെ പ്രാർത്ഥനകളുടെ യാഥാർത്ഥ്യവൽക്കരണമാണ് ഈ പുനരൈക്യമെന്നും അദ്ദേഹം മനസ്സിലാക്കി. മാർ ഇവാനിയോസ് പിതാവിന്റെ അഭിപ്രായത്തിൽ സഭകളുടെ കൂട്ടായ്മയ്ക്ക് ഓരോ സഭയുടെയും വ്യക്തിത്വവും ആഭ്യന്തര സ്വയംഭരണവും കൂടാതെ പരസ്പര സ്നേഹവും ബഹുമാനവും അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ സുറിയാനി ഓർത്തഡോക്സ് സഭയിലായിരിക്കുമ്പോൾ തന്റെ സഭയ്ക്ക് ആഭ്യന്തര സ്വയംഭരണം ലഭിക്കുവാനായി അദ്ദേഹം നേതൃത്വം നൽകി. കൂടാതെ അന്തോക്യൻ സുറിയാനി പാത്രിയർക്കീയ സിംഹാസനവുമായി സ്നേഹബന്ധവും കൂട്ടായ്മയും നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. മലങ്കര സഭയിൽ കാതോലിക്കേറ്റ് സ്ഥാപിച്ചതിനു ശേഷം റോമാ സഭയുമായുള്ള പുനരൈക്യത്തിനും അദ്ദേഹം നേതൃത്വം നൽകി. റോമുമായുള്ള തന്റെ കത്തിടപാടുകളിൽ മലങ്കര സഭയുടെ കാതോലിക്കറ്റിനെയും സിനഡിനെയും റോമാസഭ അംഗീകരിക്കണമെന്ന് അദ്ദേഹം ശക്തമായി ആവശ്യപ്പെട്ടു. സഭകളുടെ ഏകത്വം അദ്ദേഹത്തിന്റെ പ്രധാന ആശങ്കകളിലൊന്നായിരുന്നു. വത്തിക്കാൻ രണ്ടാം കൗൺസിലിന് ഏകദേശം 50 വർഷം മുമ്പ് തന്നെ എതിരാളികളുമായി പോലും സാധ്യമായിടത്തെല്ലാം ഐക്യപ്പെടുക എന്ന സമഗ്രമായ എക്യുമെനിക്കൽ തത്വം അദ്ദേഹം മുന്നോട്ട് വച്ചു. അദ്ദേഹം സഭയെ തന്റെ ദൗത്യമായി കണ്ടു. ആ ദൗത്യം സഭയുടെ ആത്മീയ ഉന്നമനത്തിനും പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെയും അവഗണിക്കപ്പെട്ടവരുടെയും മുഴുവൻ മനുഷ്യരാശിയുടെയും സമഗ്ര വളർച്ചയ്ക്കുമുള്ളതായിരുന്നു. 1930-ൽ മലങ്കര സഭയുടെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് കത്തോലിക്ക സഭയുമായുള്ള പുനരൈക്യം അദ്ദേഹം സാധ്യമാക്കി. വിശ്വാസം, പ്രാർത്ഥന, സ്നേഹം, ഐക്യം, പരസ്പര ബഹുമാനം എന്നിവയാണ് യഥാർത്ഥ എക്യുമെനിസത്തിന്റെ അടിസ്ഥാനമെന്ന് മാർ ഇവാനിയോസ് പിതാവിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, മാർ ഇവാനിയോസ് പിതാവിന്റെ എക്യുമെനിക്കൽ സഭാശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് പരസ്പര സ്നേഹത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ബഹുമാനത്തിലൂടെയും ഐക്യം വളർത്തേണ്ടതിന്റെ ആവശ്യകതയാണ്. സഭയുടെ യഥാർത്ഥ ശക്തി വിഭജനത്തിലല്ല, മറിച്ച് കൂട്ടായ്മയിലും സ്നേഹത്തിലുമാണെന്ന് മാർ ഇവാനിയോസ് നമ്മെ പഠിപ്പിച്ചു. മാർ ഇവാനിയോസ് പിതാവിന്റെ എക്യുമെനിക്കൽ ദർശനത്തിന് അടിത്തറ പാകിയത് അദ്ദേഹത്തിന്റെ അമ്മയായിരുന്നു. കുടുംബത്തിലെ അമ്മമാർ മക്കളിൽ വിശ്വാസവും സഭാസ്നേഹവും ഐക്യബോധവും വളർത്തുമ്പോൾ അവർ ഭാവി തലമുറയുടെ ആത്മീയ ശക്തികളായി മാറുന്നു. അതുകൊണ്ട് തന്നെ മാർ ഇവാനിയോസ് പിതാവിന്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കുടുംബത്തിലെ അമ്മമാർ എക്യുമെനിസത്തിന്റെ ആദ്യ അധ്യാപകരാണ് എന്നുള്ള സത്യമാണ്. സ്നേഹത്തിലൂടെ ഐക്യം, ഐക്യത്തിലൂടെ ക്രിസ്തു സാക്ഷ്യം എന്ന മാർ ഇവാനിയോസ് പിതാവിന്റെ സന്ദേശം നമ്മുടെ ജീവിത മന്ത്രമാകട്ടെ. ക്രിസ്തു പഠിപ്പിച്ച എല്ലാവരും ഒന്നായിരിക്കട്ടെ എന്ന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലും സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.